ബ ബ ഭ ഭയം ഭക്തി ബഹുമാനം. ഈ സിനിമയുടെ ടാഗ്ലൈനാണ് നോ ലോജിക് ഓൺലി ബാഡ്നസ്. ഈ ഒരു സിനിമയുടെ ടീം നമ്മളോട് പറയാൻ ഉദ്ദേശിച്ചത്, മുൻകൂട്ടി പറയാൻ വെച്ചത്, കഥയില്ല, കഥ നോക്കി പോകരുത്, ലോജിക്ക് നോക്കി പോകരുത്, ഓൺലി ഫോർ മാഡ്നസ്. ആ ഒരു മൈൻഡ് സെറ്റ് തന്നെ ഈ സിനിമ കാണാൻ കയറുക എന്നാണ്. നിങ്ങളൊന്ന് മനസ്സിൽ വെക്കുക, നിങ്ങൾ കുറെ കാലമായി ഒരു മലയാള സിനിമ തിയേറ്ററിൽ പോയി എൻജോയ് ചെയ്തൊന്ന് ഓളത്തിരുന്ന് കണ്ടിട്ടുന്ന് അതേ മൈൻഡ് തന്നെ പോയി കാണുക. ചുമ്മാ പോയി സെലിബ്രേറ്റ് ചെയ്യുക ഒരു പടം, ഒന്ന് എൻജോയ് ചെയ്തിരിക്കുക. അപ്പൊ നിങ്ങൾ എൻജോയ് ചെയ്യുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ അങ്ങനെ തന്നെ പോയി കണ്ടു. എനിക്കൊരു കിഡിലോസ്കി ഫൺ കമേഴ്ഷ്യൽ എന്റർടൈനർ വൈബാണ് എനിക്ക് പേഴ്സണലി ഈ സിനിമ തന്നത്. അഴിഞ്ഞാട്ടം എന്നൊരു പാട്ടുണ്ട്. ആ പാട്ട് വലിയ സുഖം ഉണ്ടായില്ല, പക്ഷെ അതിന്റെ സീക്വൻസുകൾ കൊള്ളാം. മോഹൻലാലും ദിലീപും ഫുൾ ഓണായിരുന്നു. പക്ഷെ ആ ഒരു സിനിമയുടെ ആ ഒരു പാട്ടിന്റെ പേരിൽ അഴിഞ്ഞാട്ടം, അതാണ് ഈ സിനിമ. ഈ ഒരു സിനിമയുടെ ആദ്യം മുതൽ അവസാനം വരെ കംപ്ലീറ്റ് അഴിഞ്ഞാട്ടം. എല്ലാരും അഴിഞ്ഞാടി. ഇതിൽ ഈച്ച് ആൻഡ് എവറി ആക്ടേഴ്സ് വരുന്നു പോകുന്നു, അഴിഞ്ഞാടി പോകുന്നു. അതായിരുന്നു ഈ സിനിമയിൽ മൊത്തം. ഇതിനകത്ത് സീനുകളെല്ലാം അങ്ങനെയായിരുന്നു. ദിലീപ്, വിനീത് ശ്രീനിവാസൻ, ധ്യാൻ ശ്രീനിവാസൻ. വിനീതിന്റെയും ധ്യാന്റെയും കീടിലൻ, നമുക്ക് തന്നെ റിലേറ്റ് ചെയ്യാൻ പറ്റിയ കണക്ട് ആവുന്ന കുറെ കീടിലൻ കോംബോ സീക്വൻസസ് ഉണ്ട്. പിന്നെ നമ്മുടെ സ്വന്തം ലാലേട്ടൻ സെക്കൻഡ് ഹാഫിൽ തൂക്കി എന്ന് തന്നെ പറയാം. അതേപോലെ സാൻഡി മാസ്റ്റർ, ബാലു വർഗീസ്. ബാലു വർഗീസും അത്യാവശ്യം നല്ല ഇമ്പാക്ട് കൊണ്ടുവന്നുണ്ട്, എസ്പെഷ്യലി സെക്കൻഡ് ഹാഫിൽ കുറച്ച് സീൻസ് ഉണ്ട്. ബൈജു, അശോകൻ, ദേവൻ, സലികുമാർ, റിയാസ് ഖാൻ, ഷമീർ ഖാൻ, ഫഹീം സഫർ. ഈച്ച് ആൻഡ് എവറി ക്യാരക്ടേഴ്സ് വീണ്ടും പറയാണ്, എല്ലാവർക്കും അവരവരുടേതായ ഇമ്പോർട്ടന്റ് റോളാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു സിനിമയ്ക്ക് ഒരു പ്രത്യേക രീതിയിലൊരു എനർജി വൈബ് ഉണ്ട്. ആ അതേ എനർജി, അതേ പവർഫുൾ, അതേ വൈബിലാണ് ഇതിന് ഈച്ച് ആൻഡ് എവറി ആക്ടേഴ്സ് പെർഫോം ചെയ്തിരിക്കുന്നത്. അവരെല്ലാവരും എൻജോയ് ചെയ്യണ പോലെ തന്നെ അഭിനയിച്ചിട്ടുണ്ട്. അത് നമുക്ക് ശരിക്കും നമുക്ക് പേഴ്സണലി നമുക്കത് ഫീൽ ചെയ്യും. എത്ര കാലായി ഒരു മലയാള സിനിമ, ഒരു പണ്ടത്തെ സിനിമകൾ നമ്മളിപ്പോ റീ റിലീസ് ചെയ്ത് പോയി തിയേറ്ററിൽ പോയി എൻജോയ് ചെയ്തിരിക്കും. പക്ഷെ ഇപ്പോഴത്തെ സിനിമകൾ നമ്മൾ കുറെ കാലമായി ഒന്ന് തിയേറ്ററിൽ എല്ലാവരോടും പോയി അടിച്ച് പൊളിച്ച് തകർത്ത് കണ്ടിട്ട് അതേപോലത്തെ ഒരു വൈബാണ് എനിക്ക് പേഴ്സണലി സിനിമ തന്നത്. എല്ലാവരും എസ്പെഷ്യലി ഫസ്റ്റ് ഹാഫ് പീക്ക് ലെവൽ തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. കുറെ റെട്രോ സോങ്സും എവർഗ്രീൻ പാട്ടൊക്കെ മിക്സ് ചെയ്ത് കുറെ കിടിലൻ സീനുകളുണ്ട്. നല്ല ഓളം, ബഹളം, കയ്യടി. തിയേറ്ററിന് സ്റ്റേഡിയമായി മാറി, എസ്പെഷ്യലി ഫസ്റ്റ് ഹാഫിൽ. സെക്കൻഡ് ഹാഫിൽ ആ ഒരു ഫീൽ അത് വന്നില്ലെങ്കിൽ പോലും ഫസ്റ്റ് ഹാഫ് ശരിക്കും ഒരു സ്റ്റേഡിയം തന്നെയായിരുന്നു ഈ ഒരു സിനിമ. ഇങ്ങനെ തന്നെ എല്ലാവരും ഒപ്പം പടം കാണാൻ തന്നെ ഒരു പ്രത്യേക ഒരു രസം തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾ തിയേറ്റർ തന്നെ വന്ന് ഈ പടം കാണുക. ദിലീപിന്റെ എന്തും സൈഡിൽ കൂടെ നടന്നോട്ടെ, പക്ഷെ ഇത് ദിലീപിന്റെ സിനിമ ആയിട്ടല്ല എനിക്ക് ഇത് പേഴ്സണലി തോന്നിയത്. ഈ സിനിമയിൽ ഈച്ച് ആൻഡ് എവറി ആക്ടേഴ്സ് അത്രയും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സിനിമയുടെ ടീം പോലും അത്രയും കഷ്ടപ്പെട്ടുണ്ട്. ഇതൊരു ദിലീപ് സിനിമ ആയിട്ടേ ഫീൽ ചെയ്തില്ല. വേണേൽ ഈ സിനിമേനെ ന്യൂ ജനറേഷൻ ക്രേസി ഗോപാലൻ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അപ്പോഴും ഇതൊരു ഓൾഡ് വൈൻ ഇൻ എ വെരി 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 ന്യൂ ബോട്ടിലായിട്ടാണ് എനിക്കിത് തോന്നിയത്. അതല്ലാണ്ട് ഈ സിനിമയെ വേണമെങ്കിൽ നമ്മുടെ മലയാളത്തിലെ ഗുഡ് ബാഡ് അഗിളി ആയിട്ട് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. ഗുഡ് ബാഡ് അഗിൾ എന്ന് പറയുമ്പോൾ ഹോളിവുഡ് പടം വരെ ഒന്നും പോകണ്ട. നമ്മുടെ തമിഴില് അജിത്ത് ചെയ്തൊരു സിനിമയാണ് ഗുഡ് ബാഡ് അഗിളി. ആ ഒരു അതേ വൈബ് തന്നെ ഈ പടത്തിൽ അടിച്ചായിരുന്നു. ആ ഒരു സിനിമയിലാണെങ്കിലും കുറെ സംഭവങ്ങൾ സ്ക്രീനിൽ സംഭവിക്കുന്നുണ്ട്. നമ്മളത് ഇങ്ങനെ ഇരുന്ന് കണ്ട് എൻജോയ് ചെയ്യും. ബട്ട് ഇൻ ദ എൻഡ് ഓഫ് ദ സിനിമ നമ്മൾ എൻജോയ് ചെയ്യും. അതാണ് ഈ സിനിമ. കുറെയൊക്കെ ഈ ഒരു സിനിമയിൽ സംഭവിക്കുന്നുണ്ട്. നമ്മൾ അത് നല്ല രസിച്ച് എൻജോയ് ചെയ്തിരുന്ന് കാണും. അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. അതല്ലാണ്ട് ഇതൊരു പീക്ക് ലെവൽ സ്പൂഫ് പടമായിട്ട് വേണമെങ്കിൽ പറയാം. ഇതിനകത്തെ ആക്ടേഴ്സിനെയും ഇതിനകത്തെ അവരുടെ ക്യാരക്ടേഴ്സിനെയും നല്ല രീതിയിൽ സ്പൂഫ് രീതിയിൽ സൂപ്പറായിട്ട് കളിയാക്കി തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഗുഡ് ബാഡ് കളി ആ ഒരു സ്റ്റാറിനെ സെലിബ്രേറ്റ് ചെയ്തെങ്കിൽ ഈ ഒരു സിനിമയിൽ ഇവരുടെ ആക്ടേഴ്സിനെയും അവരുടെ ക്യാരക്ടേഴ്സും പിന്നെ പഴയ എവർഗ്രീൻ സിനിമകളെയൊക്കെയാണ് സ്പൂഫാക്കി സൂപ്പറായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നത്. സോ ആ ഒരു കാര്യം പറയാനുള്ളത്, ഗോ ആൻഡ് ഹാവ് ഫൺ. ലോജിക്ക് നോക്കരുത്. നേരത്തെ മുൻകൂട്ടി എല്ലായിടത്തും ഇട്ട കാര്യമാണ്, ലോജിക്ക് നോക്കരുത്, ഓൺലി ഫോർ മാഡ്നസ്. എന്നിട്ടും കുറെ ആൾക്കാർ ചിലപ്പോൾ ലോജിക്ക് നോക്കിയോ അയ്യോ അതിൽ എന്തുകൊണ്ട് സിനിമയെന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ പോയിരിക്കും. അങ്ങനൊന്നും പോയി സിനിമയെ നശിപ്പിക്കരുത്. വേണ്ടവരെ പോയി കണ്ടാൽ മതി. ഇപ്പോഴത്തെ എല്ലാവരും എനിക്ക് തോന്നുന്നത് മിക്കവര് തന്നെ പറയുള്ളൂ ഈ സിനിമയുടെ ടാഗിലെ നോ ലോജിക് ഓൺലി മാഡ്നസ്. അങ്ങനെ തന്നെ പോയി സിനിമ കാണുക. എന്നിട്ടും കഥ നോക്കി പോവുകയാണെങ്കിൽ അത് നിങ്ങളുടെ തന്നെ തെറ്റാവുള്ളൂ. ഈ ഒരു മൈൻഡിൽ പോവുക, എൻജോയ് ചെയ്യാൻ പോവുക. നിങ്ങൾ എൻജോയ് ചെയ്യുന്നതിനാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഫസ്റ്റ് ഹാഫ് പവറേഷ് ആയിരുന്നു. പവറേഷ് കിടിലൻ തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് തന്നത്. ഭയങ്കര ഫാസ്റ്റ് പേസ്ഡ്, ഒരു എഡ്ജ് ഓഫ് എ സീറ്റ് സംഭവിക്കുന്ന ഫസ്റ്റ് ഹാഫ്. സെക്കൻഡ് ഹാഫ് ആ ഒരു ഫസ്റ്റ് ഹാഫിന്റെ ആ ഒരു ഗുമ്മ് പേഴ്സണലി കിട്ടിയില്ല. എനിക്ക് പേഴ്സണലി ഫസ്റ്റ് ഹാഫ് തന്നെയാണ് കൂടുതൽ അടിപൊളിയായിട്ട് വർക്ക് ആയത്. സെക്കൻഡ് ഹാഫ് കുറച്ച് സ്ലോ ആവുന്നുണ്ട്. പക്ഷെ എന്നാൽ പോലും അവര് ഈ സെക്കൻഡ് ഹാഫ് സ്ലോ ആവണത് തന്നെ കുറച്ച് ക്ലീശ പരിപാടികൾ കുറെ മുറിച്ച് കുറെ പുതിയ രീതിയിൽ പണി ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ പോലും ക്ലീഷേഴ്സ് ഉണ്ട്, സ്റ്റിൽ ക്ലീഷേഴ്സ് ഉണ്ട്, കുറെ പഴയ സാധനങ്ങൾ ഉണ്ട്. പക്ഷെ അതുപോലും അതിനുശേഷം കുറെ കിടിലൻ സാധനങ്ങൾ വരും, കുറെ പുതിയ പുതിയ ഐറ്റങ്ങൾ വരും. അപ്പൊ നമ്മൾ വീണ്ടും നമ്മൾ എൻഗേജ് ആവും.
അതിന്റെ ഒപ്പം തന്നെ ഇതിന്റെ എഡിറ്റർ രഞ്ജൻ എബ്രഹാം എന്ത് വർക്കാ ചെയ്തിരിക്കുന്നത്. ഈ സിനിമ ഭയങ്കര ഫാസ്റ്റ് പേസ്ഡ് ഹൈ വോൾട്ടേജ് എന്റർടൈനർ ആണ്, ആ ഒരു ആക്ഷൻ എന്റർടൈനർ. അത്രയും ഫാസ്റ്റ് പേസ്ഡ് നമുക്ക് ഫീൽ ചെയ്യും. ഈ സിനിമയിൽ ഓരോ ഒരു സീൻ പെട്ടെന്ന് തീരും, അടുത്ത സീൻ വേറെ സംഭവിക്കും, അങ്ങനെ ഭയങ്കര ഫാസ്റ്റാ. അതുകൊണ്ട് തന്നെ നമുക്കൊന്ന് ഫോൺ നോക്കാൻ പോലും സംഭവിക്കും, നമ്മളിങ്ങനെ സ്ക്രീനിൽ നോക്കിയിരിക്കും, ഇങ്ങനെ ഗ്ലൂ ചെയ്തിരിക്കും. അത്രയും എഡ്ജ് ഓഫ് സീറ്റാണ്. ഇത്രയും കാലമായിട്ടും രഞ്ജൻ അബ്രഹാം എന്ത് കിടിലൻ എഡിറ്റിംഗ് വർക്കാ ചെയ്തിട്ടുണ്ട്. ഞാൻ ഞെട്ടിപ്പോയി ശരിക്കും പറഞ്ഞ, അത്രയും ഗംഭീര വർക്ക്. അതേപോലെ ഗോപി സുന്ദർ, ദ ഗോപി സുന്ദർ ഈസ് ബാക്ക്. ഇതിനകത്ത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഞാൻ പറഞ്ഞല്ലോ, സെക്കൻഡ് ഹാഫ് കുറച്ച് ഡൗൺ ഒക്കെ ആവുന്നുണ്ട്, പക്ഷെ എന്നാ പോലും ഗോപി സുന്ദറിന്റെ മ്യൂസിക്, സ്കോറിങ് കറക്റ്റ് രീതി തന്നെ കൊള്ളും. കുറെ സമയത്ത് സിനിമയിൽ പഞ്ചിലയോ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അവിടെയൊക്കെ ഗോപി സുന്ദർ ഒരു ഭയങ്കര ഭയങ്കര പഞ്ചുള്ള ഒരു സ്കോർ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഒരു ഉഷാറ്, ചെറിയൊരു ഇമോഷൻ നമ്മുടെ അകത്ത് കയറും. അപ്പൊ നമുക്ക് ആ ഒരു ഫീല് കിട്ടും. ഏതായാലും ഗോപി സുന്ദർ കമേഴ്ഷ്യൽ എന്റർടൈനേഴ്സിന്റെ ഒക്കെ ഒരു മെയിൻ ആള് തന്നെ, പണ്ടേ മുതൽ തെളിയിച്ചാണ്. പണ്ടൊക്കെ എല്ലാ മാസ് പടങ്ങളുടെയും മെയിൻ ആളായിരുന്നു. ഏതായാലും ഇപ്പൊ തിരിച്ചു വന്നതിൽ വളരെ സന്തോഷിക്കുന്നു. നല്ല രീതിയിൽ പണിയെടുക്കാൻ അറിയുന്ന ഒരു മ്യൂസിക് ഡയറക്ടർ തന്നെയാണ് ഗോപി സുന്ദർ. ഏതായാലും ഷാൻ റഹ്മാനെ മാറ്റിയത് വളരെ നല്ല കാര്യം. ഷാൻ റഹ്മാൻ ഒരു മോസ്റ്റ്ലി റൊമാൻറ്റിക് ഫീൽ ഗുഡ് തന്നെയാണ്, ഏറ്റവും നല്ലതാണ് ഞാൻ പേഴ്സണലി ഇപ്പോഴും വിശ്വസിക്കുന്നത്. ഈ ഒരു സിനിമയോട് വീണ്ടും മനസ്സിലായി ആ അഴിഞ്ഞാട്ടം പാട്ട് ഇറങ്ങിയപ്പോൾ തന്നെ. ഏതായാലും ഷാൻ റഹ്മാന്റെ പാട്ടുകളും വലിയ സുഖമായിട്ട് തോന്നിയില്ല, ഒട്ടും ഒരു ഇമ്പാക്ട് ഫീൽ ചെയ്തില്ല. പിന്നെ സിനിമാറ്റോഗ്രഫി ചെയ്തിരിക്കുന്നത് ആർമോ എന്ത് ലെവല് വർക്കാടി, എന്ത് എന്ത് കിടിലൻ ക്യാമറ വർക്കാ ചെയ്തിരിക്കുന്നത്. ഈ സിനിമയുടെ ആക്ഷൻ സീക്വൻസ് എനിക്ക് പേഴ്സണലി ഒട്ടും കണക്ട് ആയില്ല, ഒട്ടും വർക്ക് ആയില്ല എന്ന് വെച്ചാൽ ഭയങ്കര ഓൾഡ് സ്കൂൾ ആക്ഷൻ ആയിട്ട് ഫീൽ ചെയ്തു. പക്ഷെ അവിടെയൊക്കെ നമുക്ക് അത്രയും പോലും ഒരു മുഷിപ്പ് തോന്നാത്ത രീതിയിൽ ഇതിനകത്ത് ക്യാമറ വർക്ക് ചെയ്തിരിക്കുന്നത് ഈ ആർമോ ആണ്. എന്ത് ലെവൽ, അത്രയും ഹാർഡ് വർക്ക് ചെയ്താണ്, നമുക്കത് മനസ്സിലാവും. ഭയങ്കര എഫേർട്ട് ഇട്ട് തന്നെ നല്ല ഡെഡിക്കേഷനോടെ തന്നെയാണ് ആ ഒരു സിനിമാറ്റോഗ്രഫി ചെയ്തിരിക്കുന്നത്. നല്ല വിഷ്വൽ പരിപാടി. അത് തിയേറ്റർ തന്നെ കാണണം കേട്ടോ. തിയേറ്റർ തന്നെ കണ്ടാലേ നമുക്ക് ആ ഒരു ഞാൻ ഈ പറഞ്ഞതെല്ലാം മനസ്സിലാവുള്ളൂ. ഇതിന്റെ മ്യൂസിക് ആണെങ്കിലും, ഇതിന്റെ വിഷ്വൽ ആണെങ്കിലും, ഇതിന്റെ എഡിറ്റിംഗ് ആണെങ്കിലും, ഇവരൊക്കെ എത്ര പങ്ക് ഈ സിനിമയിൽ വഹിച്ചിട്ടുണ്ടെന്ന്. അത്ര നല്ല ഒരു ടീമിനെയാണ് ഇതിന്റെ ഡയറക്ടർ കൂട്ടി ഒരുമിച്ചിരിക്കുന്നത്. അത് വളരെ നല്ലൊരു കാര്യമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്. അതേപോലെ ധനഞ്ജയ് ശങ്കർ ആണ് ഇത് ഡയറക്ട് ചെയ്തിരിക്കുന്നത്. ഡെബ്യൂ ഡയറക്ടറാണ്. നല്ല വർക്കാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. ഒരു മാസ് എന്റർടൈനർ എങ്ങനെ എടുക്കാമെന്നും അത് നല്ല കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല വൃത്തിക്ക് തന്നെ ചെയ്തിട്ടുണ്ട്. ഒരു വൃത്തികേടാവാണ്ട് തന്നെ നോക്കിയിട്ടുണ്ട്. ഒരു ബാലൻസ് കുറച്ച് അവിടെ ഇവിടെ ഓവർബോർഡായി പോകുന്നുണ്ട്, ശരിയാണ്, ഓവർബോർഡ് ആവാം, ഇത് അങ്ങനത്തെ ഒരു സിനിമയാണ്. പക്ഷെ എന്നാൽ പോലും ഒരു അത്രയും വൃത്തികേടാവാണ്ട് തന്നെ ഈ ഒരു സിനിമയെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. ഇനിയും നല്ല മാസ് എന്റർടൈനേഴ്സ് ആയിട്ട് വരട്ടെ. ഓഡിയൻസിന്റെ പൾസ് നന്നായിട്ട് അറിയാവുന്ന ഈ ഒരു ഒറ്റ സിനിമയോട് തന്നെ തെളിയിച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ ഞാൻ വേറെ ഞെട്ടിയതിന്റെ റൈറ്റേഴ്സിന്റെ പേര് കണ്ടപ്പോഴാണ്. ഇത് എഴുതിയിരിക്കുന്നത് നൂറിൻ ഷെറീഫും ഫഹീം സഫറാണ്. ഇവർ രണ്ടുപേരും ഇതിന്റെ ചെറിയൊരു ക്യാമിയോ അപ്പിയറൻസ് നടത്തിയിട്ടുണ്ട്. അതേപോലെ ഗോകുലം ഗോപാലൻ പ്രൊഡ്യൂസർ, അങ്ങേരും സൂപ്പർ ആയിരുന്നു, നല്ല രസമായിരുന്നു. ഇവരെ കാണാൻ ഒരു പ്രത്യേക രസമായിരുന്നു. അതൊക്കെ നല്ല രസമായിട്ട് തന്നെ അവരത് ഒന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട്. സോ ഞാൻ പറയാൻ വന്നതിന്റെ റൈറ്റേഴ്സ് നൂറിൻ ഷെറീഫും ഫഹീം സഫറാണ്. ഇവർ നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. ഒന്നാമത് ഇങ്ങനെ സ്ക്രിപ്റ്റ് എഴുതാൻ നല്ല പാടാ, എവിടെയെങ്കിലും കൈവിട്ട് പോയാൽ നശിച്ചു പോകും. ഇതായാലും ഇവർ അത്യാവശ്യം വളരെ ഡീസന്റ് ആയിട്ട് തന്നെ ഈ ഒരു ഗുഡ് ബാഡ് അഗളി പോലത്തെ ഒരു ഗോ വിത്ത് ഫ്ലോ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് അവർ അത്യാവശ്യം നന്നായി ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ക്യാരക്ടേഴ്സ് ആണെങ്കിലും ഇതിന്റെ പ്ലാനിങ് ആണെങ്കിലും എല്ലാം ഒരു മെനയുണ്ടായി. സ്പൂഫും ഇതിന്റെ കോമഡിയും എല്ലാം വർക്ക് ചെയ്തിട്ടുണ്ട്. കുറെ ചിരിക്കാനുള്ള കുറെ സാധനങ്ങളുണ്ട്. ഇതിന് ഇനിയും ഇങ്ങനത്തെ നല്ലൊരു ഈ ഒരു സിനിമ വിജയിക്കുവാണെങ്കിൽ, ഇത് ജനങ്ങളെ സ്വീകരിക്കുവാണെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. അതേപോലെ എന്റെ കൂടെ അനിയനും അവന്റെ കൂട്ടുകാരനൊക്കെ ഇഷ്ടപ്പെട്ടു. അതേപോലെ ഇങ്ങനെ എല്ലാവരും ഇഷ്ടപ്പെട്ട് ഈ സിനിമ എല്ലാവരും ഏറ്റെടുത്ത് ഈ സിനിമ വിജയിക്കുവാണെങ്കിൽ ഇങ്ങനത്തെ നല്ല നല്ല സിനിമകൾ ആയിട്ട് വരട്ടെ എന്ന് തന്നെ ആഗ്രഹിക്കുന്നു. ഇങ്ങനത്തെ സിനിമ ഇടയ്ക്ക് കൊള്ളാം, ഇങ്ങനെ കാണാൻ കൊള്ളാം. എപ്പോഴും ഭയങ്കര കഥയുള്ള സിനിമ അല്ലാണ്ടും ഈ ലോജിക്കലെസ് ആയ കുറെ സംഭവങ്ങളെ കാണാനും ഒരു പ്രത്യേക രസമായിട്ട് തന്നെയാണ് എനിക്ക് പേഴ്സണലി തോന്നാറ്. അതേപോലെ തന്നെ കളർ ഗ്രേഡിങ് വളരെ നല്ലൊരു കമന്റബിൾ സംഭവം തന്നെയാണ്. അത് ആർട്ട് വർക്ക് നന്നായിരുന്നു. എസ്പെഷ്യലി സെക്കൻഡ് ഹാഫിൽ കുറച്ച് സംഭവങ്ങളുണ്ട്, അത് ഞാൻ പറയുന്നില്ല എന്താന്ന്. അവിടെയൊക്കെ ചെയ്ത ആർട്ട് വർക്കും വളരെ നന്നായിട്ട് തന്നെ തോന്നിയായിരുന്നു. ഇനി നെഗറ്റീവ്സോടെ കടക്കുവാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫസ്റ്റ് ഹാഫ് വേറെ ലെവലായിരുന്നു. സെക്കൻഡ് ഹാഫ് ആ ഒരു ലെവൽ എത്തിയില്ലേ പോലും ഒരു ഡീസെന്റ് എൻഗേജിങ് തന്നെയായിരുന്നു. എസ്പെഷ്യലി മോഹൻലാലിന്റെ ആ ഒരു കുറച്ച് ഇമ്പാക്റ്റും കുറച്ച് കിടിലൻ സാധനങ്ങളും, അതേപോലെ ക്ലൈമാക്സും അത്യാവശ്യം നല്ല നല്ല നൈസായിട്ട് എടുത്തു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് ഓവറോൾ നല്ല ഫൺ മൂവി ആയിട്ട് തന്നെയാണ് അതുകൊണ്ട് തോന്നിയത്. പിന്നെ ഷാൻ റഹ്മാന്റെ മ്യൂസിക് നല്ല പാട്ടുകൾ ഭയങ്കര ഡിസപ്പോയിങ് ആയിട്ട് തോന്നിയത്. പിന്നെ പോസ്റ്റ് ക്ലൈമാക്സ് ഒരു സീനുണ്ട്, അത് കുറച്ച് ഒട്ടും വർക്കാവാതെ തോന്നിയില്ല. ആ ഒരു ക്യാമിയോ കൊള്ളായിരുന്നെങ്കിലും ആ ഒരു സീൻ അത്രയും സൂപ്പറായിട്ട് തോന്നിയില്ല. കുറച്ച് വലിച്ചു നീട്ടിയതുപോലെ തോന്നിയിരുന്നു. ആ ഒരു ഇമ്പാക്ട്
ഫീൽ ചെയ്തില്ല. ഇത്രേ ഉള്ളൂ നെഗറ്റീവ്സ് ആയിട്ട് തോന്നിയത്. പിന്നെ നേരത്തെ പറഞ്ഞത് ലോജിക്ലെസ് ആണ്, അങ്ങനെ തന്നെ പോയി കാണുക, തന്നെ വീണ്ടും പറയാനുള്ളൂ. ഓവറോൾ ഗോ എൻജോയ് ആൻഡ് ഹാവ് ഫൺ ഇൻ തിയേറ്റേഴ്സ്. നോ ലോജിക് ഓൺലി മാഡ്നസ് എന്ന സംഭവം മനസ്സിൽ വെക്കുക. അങ്ങനെ തന്നെ ഇപ്പോൾ ഈ പടം വീണ്ടും കാണുക, നിങ്ങൾ അടിച്ച് പൊളിക്കും. ആ ഒരു മൈൻഡ് സെറ്റ് തന്നെ പോയി ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ. അങ്ങനത്തെ ഒരു പ്രാന്ത് പോലത്തെ ഒരു സിനിമയാണത്. ബബബ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പോയി കാണുക, അഭിപ്രായം പറയുക. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അബി റിവീൽസ് ഫോർ മോർ വ്യൂസ്.